ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഗോബി മഞ്ചൂരിയാണ്. അതിന് വേണ്ടത് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി നന്നായി വേവിക്കുക. എന്നിട്ട് അത് ഊറ്റി മാറ്റി വയ്ക്കുക. പിന്നീട് അതിന് വേണ്ട സാധനം ഉള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചെറുങ്ങനെ അരിഞ്ഞ് വെക്കുക. അതിനുശേഷം ഈ വേവിച്ച കോളിഫ്ലവറിലേക്ക് കാശ്മീരി ചില്ലിപ്പൊടി, കോൺഫ്ലവർ പൊടി, അരിപ്പൊടി, ഉപ്പ്, മൈദ എല്ലാം ലേശം ഇട്ട് കുറച്ച് വെള്ളം കൂട്ടി നല്ലവണ്ണം കുഴച്ചെടുക്കാം. അതിലേക്ക് റെഡ് കളർ ഉണ്ടെങ്കിൽ ഇടാം, ഞാനങ്ങനെ ഇട്ടിട്ടില്ല. വേണമെങ്കിൽ ഒരു നുള്ളിട്ട് കൊടുക്കാം. നല്ല പാങ്ങിൽ കുഴച്ചെടുക്കാം. ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നീട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുണ്ട്. അത് ഉണ്ടാക്കിയപാട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം എല്ലാം പൊരിച്ച് മാറ്റിയതിന് ശേഷം അതിനുള്ള മസാല റെഡിയാക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ഉണ്ട്. ഗോബി മഞ്ചൂരിയ ഫ്രൈ, അതിന് വേണ്ട ഫ്രൈ ഉണ്ടാക്കാം. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് തന്നെ ഈ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പെല്ലാം ഇട്ട് നല്ലവണ്ണം വഴറ്റുക. ഇതിൽ എണ്ണ അധികമാണെങ്കിൽ അത് കോരിയെടുക്കാം കേട്ടോ. കുറച്ച് അധികമൊക്കെ ഞാൻ കോരിയെടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്തതിൽ കുറച്ചധികം എണ്ണ ഇട്ട് അത് കോരിയെടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അതിലേക്ക് മുളക് പൊടി ഇട്ട് നല്ലവണ്ണം വഴറ്റുക. പിന്നീട് ഈ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് നല്ലവണ്ണം മിക്സ് ആക്കുക. പിന്നീട് അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കുക. പിന്നെ സോസ് ഒഴിച്ചിട്ട് അതിന് ശേഷം സോയാ സോസും ഒഴിക്കാം. പിന്നീട് കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതിനൊരു ഗ്രേവിക്കും വേണ്ടി കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ ഇട്ട് അത് മിക്സാക്കി ഇതിലേക്ക് ഒഴിക്കാം. പിന്നീട് ഒരു മൂട് സുർക്കി ഒഴിച്ച് നല്ല കുഴച്ചെടുക്കാം. നല്ല അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പത്തിലിനും ചപ്പാത്തിക്കും കുബൂസിനൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഓക്കെ, ബായ്.